കീലരി ബാക്കിൽ ഇതിന്റെ കട നല്ല രസമുണ്ട്. സത്യസായി ബാബേരെ പോലെ ഉണ്ട് ഇതിന്റെ കട. മലയാളി സിംസൺ. കാരണം യു വിൽ ബി ദ ഫസ്റ്റ് പേഴ്സൺ ടു ആക്ച്വലി ഡ്രിങ്ക് ദിസ് ആൽക്കഹോൾ. ഞാൻ പോലും ആ ബോട്ടിൽ നിന്ന് പൊട്ടിച്ചിട്ട് അടിച്ചിട്ടില്ല. വാട്ട് യു ഗോണ കുക്ക് ടുനൈറ്റ്? quesadilla. ഓക്കെ, നമ്മൾ എന്തെടുത്ത് വെച്ചിട്ടുള്ള ഇവിടെ അതല്ലപ്പ തിളച്ചവളാക്കി. ഒന്ന് തൊടാനുള്ളിൽ തീരാമോഹം, ഒന്നു മിണ്ടാൻ നെഞ്ചിൽ തീരാദാഹം. ഒന്ന് തൊടാനുള്ളിൽ തീരാമോഹം, ഒന്നു മിണ്ടാൻ നെഞ്ചിൽ തീരാദാഹം. ഇനി എന്തു വേണമീ മൗനമേഘമലിയാൻ പ്രിയം വദേ കേട്ടാ. ഗോൾഡന്ന് ഭയങ്കര ആംഗ്രി ആണ് ഉള്ളത് കേട്ടോ. എനിക്ക് അതാണ് ഞാനിന്ന് പാട്ട് പാടി വെക്കണ്ടേ. എനിക്കറേ അങ്ങോട്ട് ഇന്നലെ ഗോൾഡൻ ആയിട്ട് തല്ലോട്ടിട്ടോ ഗൈസ്. നീ വരുന്ന വഴിയോര സന്ധ്യയിൽ. ഗുഡ് മോർണിംഗ് യു ഫെലോസ്. വെദർ യു ഫൈറ്റ് ഓർ യു ഡോണ്ട് ഫൈറ്റ്, വി നീഡ് ടു ഗോ. വി ഗോട്ട് നോ ടൈം. അച്ഛമ്മ, ഹൗ കം യു എൻഡഡ് അപ്പ് ഹിയർ? പ്രിങ്ങു നോ പ്രിങ്ങുനോട് ദേ പ്രിങ്ങു ഇന്നലെ ഡാഡ എവിടെ കിടന്ന? ഡാഡ അപ്പുറത്തെ മുറിയില്. പ്രിങ്ങും മുഴുവൻ ഡാടയുടെ കൂടെ. ഡാടയ്ക്ക് കിടക്കാൻ സ്ഥലമില്ലേ? കണ്ട ഗൈസ്, ഗോൾഡ് ഓട്ടക്കണ്ണിട്ട് കീലരി ബാക്കിൽ ഇതിൻ്റെ കട നല്ല രസമുണ്ട്. സത്യസായി ബാബേരെ പോലെ ഉണ്ട് ഇതിൻ്റെ കട. ഇറ്റ്സ് ഓക്കെ. ഹ്യൂമൻസ് ഫൈറ്റ് ഓക്കെ ആണ്. വൈ നോട്ട്? ഞാൻ നിന്നോട് എന്താ പറഞ്ഞിട്ടില്ല? വെൻ ഐ ഗെറ്റ് ആംഗ്രി. എനിക്കത് കേൾക്കേണ്ട കാര്യമില്ല കേട്ടോ. ആംഗ്രി ആകുമ്പോ വായത്ത് ഒന്ന് വിളിച്ചു പറയുന്നത് വലിയ നല്ല ഐഡിയ. ഞാൻ നിന്നെ വലുതും പറഞ്ഞു. എന്താ പറഞ്ഞു? ഞാൻ പറഞ്ഞത് എന്താണ്? ഇന്നലെ എന്താണ്ടായെന്ന് അറിയോ ഗൈസ്? ഇന്നലെ ഉണ്ടായത് പിള്ളേർ രാത്രി 10:30 ഏറുമുട്ട എന്തോ വിശന്നിട്ടാന്ന് തോന്നുന്നു എഴുന്നേറ്റു. അവൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ അവൾക്ക് കഴിക്കും. ഉണ്ണനാണ് പേക്കറേ. നീ എല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ ചിരിച്ച് കണ്ടിട്ട് കാര്യമില്ല. ഇവിടെ എണീറ്റ് കരഞ്ഞപ്പോൾ HM എഴുന്നേറ്റ് കരഞ്ഞു. ഒരു രക്തവും ഒരു തലയാണല്ലോ. രാത്രി 10:30 11 മണിക്ക് ബാക്കിയുള്ള ഉറങ്ങാൻ വന്നപ്പോൾ കിടന്ന് കരയേ. അപ്പം ഞാനും കരഞ്ഞു. അതിലുണ്ടായത് എന്താ കാരണം? നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പണിയെല്ലാം എടുത്ത് ഞാനല്ല നീയും എല്ലാം എടുത്തിട്ട് വരുമ്പോൾ നമ്മൾ വീട്ടിലേക്ക് വരുന്ന ഇവർക്ക് എല്ലാ കാര്യങ്ങളും ചെയ്ത് ഉറങ്ങാൻ വരുന്ന സമയത്ത് എനിക്ക് ഉറങ്ങാൻ പറ്റില്ല വെച്ചാൽ എനിക്ക് ദേഷ്യം വരുന്ന എനിക്ക് അറിഞ്ഞൂടെ? എന്ന് മാത്രമല്ല ഇന്നലെ ഉച്ചയ്ക്ക് ഞാൻ ഉറങ്ങിയ. ഞാൻ ഉച്ചയ്ക്ക് ഉറങ്ങിയിട്ടില്ല ഗൈസ്, ഞാൻ പിസ്റ്റ് ഓഫ് ആവും. അപ്പം ഞാൻ എന്താ പറഞ്ഞിട്ടുള്ളത്? ഒരു 1.5 മിനിറ്റ് ആയിരുന്നു ഞാൻ തെറി വിളിക്കും. ഞാൻ നിങ്ങളെന്നെ ആരെയും തെറി വിളിക്കുന്നില്ലല്ലോ, ഞാൻ എന്നെ തന്നെ കേഴ്സ് ചെയ്യാണ്. ദാറ്റ് കേഴ്സ് ഇറ്റ്സ് ലിറ്റിൽ ബിറ്റ് ബെറ്റർ ദാൻ ഒരു 5 മണിക്കൂർ 20 മണിക്കൂർ അടി ഉണ്ടാക്കണതിൻ്റെ സങ്കടപ്പെടും. നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ? അത് ഞാൻ പറഞ്ഞിട്ട് ഞാൻ കിടന്നുറങ്ങിക്കോളും. ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ? നീ അത് കേൾക്കണ്ട. ഞാൻ നിന്നെ പറഞ്ഞാ? നിന്നെ ഞാൻ പറഞ്ഞ? ഞാൻ തെറി പറഞ്ഞാണ്. That's a human nature and that's the way we get out of it, you know. Then you get up in the morning and you all normal, you know. നിങ്ങൾ രാവിലെ എൻ്റെ അണലി കളിച്ചാൽ മതി ഇങ്ങനെ. Then I am getting up in the morning with a guilty face, you know. അപ്പം ഞാനാണ് പറഞ്ഞത്. അപ്പം നീ പിന്നെ എന്തിനാ മൂഡ് ഓഫ് ആയിട്ടിരിക്കണേ? മുണ്ടാണ്ടിരിക്കട്ടെ. നീ വൈകിരിക്ക് കാജ് മുട്ട നയിക്ക് രാവിലെ എന്നിട്ട്. അപ്പം ഞാൻ കണ്ടാ എന്നിട്ട് ഞാൻ രാവിലെ എന്നിട്ട് നിന്നെ പ്ലീസ്ഫുൾ ആക്കിയില്ലേ? പറഞ്ഞ ഡയലോഗുകളൊന്നും നല്ല എനിക്ക് മനസ്സിലായി. That's the way I curse. നിന്നെ വലുതും പറഞ്ഞാ? ഞാൻ എന്നല്ലേ കേഴ്സ് ചെയ്ത്? Okay, now get up now. We go. Hey bhaiya. Kigo. Baba. ഇത് വേറെ പാവ ഇരിക്കുന്നവിടെ. അയ്യോ പാവം ബാബയും അമ്മയും ഒന്നായി. കീലേരി അച്ചുവിൻ്റെ അമ്മയും. അയ്യോ പാവട്ടറാ. അത് നോക്കിയടാ ആ മൂക്കിൽ വിരലിട്ടിരിക്കുന്ന ആ ഒരു കോലം നോക്കിയിട്ട് അവിടെ ഒരു ഫോട്ടോ എടുക്കട്ടെ. നല്ല രസമുണ്ട് ഇവിടുന്ന്. കിട്ടുമോ? അപ്പോഴേക്കും മോക്കെടുക്കും. എടുത്തു തുടങ്ങി.
നോക്കിക്കോളുടെ ആളാവിധ എല്ലാവരും എന്നെ ചീത്ത വിളിച്ചുട്ടാ നീ പോന്നോ? ഡാഡി ഉണ്ട് ഇവിടെ, എല്ലാവരും എന്നെ ചീത്ത വിളിച്ചു. ഡാഡേ തെണ്ടി എന്നൊക്കെ വിളിച്ചു എല്ലാവരും കേട്ടാ. ഓക്കെ, ഇനി ഇന്നലത്തെ പോലെ വേറെ അങ്ങോട്ട് വീണോ കേട്ടാ. വായോ ഒന്ന് ചിരിക്കടോ, ഒന്ന് ചിരിക്കേ. ഞാൻ നീ വൈകുന്നേരം വരുമ്പോൾ പാട്ടിൻ്റെ ബാക്കി പാടാം. നീ വരുന്ന വഴിയോര സന്ധ്യയിൽ കാത്തു കാത്തു നിഴലായി നാം, അന്നു കണ്ടൊരനുരാഗരേഖയിൽ ഓർത്തു ഓർത്തു ഒഴുകുന്നു ഞാൻ. ഓമനേ ഓർമ്മകൾ അത്രമേൽ നിർമ്മലം, നീ വരാതെ എന്നോ വിനമുടങ്ങി ഉറങ്ങി ഈ ഇന്ദ്രജാല മൃദു മന്ദഹാസമേ ഓർത്തുന്നു. ഒന്ന് ചിരിക്കുക. See, you got a beautiful husband, you know. എടി ഇടയ്ക്കൊക്കെ ഒരു അടിയും ഒരു ഫ്ലയറപ്പ് ഒക്കെ ഉണ്ടായാലാണ് നെക്സ്റ്റ് ഡേ ബ്യൂട്ടിഫുൾ ആവുള്ളൂ. നീ ഇന്ന് പോയിട്ട് ചായ കുടിച്ചിട്ട് ഇന്നെ ഒന്ന് ഹോസ്പിറ്റലിൽ നിന്ന് വിളിക്കുന്ന സീനല്ല ചോദിക്കും. മോനെ ഇന്നലെ നിങ്ങൾ എന്ത് ചെറ്റ പരിപാടിയല്ലേ കാട്ടി, അങ്ങനെയല്ലേ നീ പറയാ. നീ പറയാന്ന് വെച്ചാൽ ഇന്നലെ നീ എന്ത് ചെറ്റ, നീ അങ്ങനെ പറയാൻ പാടുണ്ടോ എന്നൊക്കെ നീ ചോദിക്കും. ഇത് ലൈഫ് അങ്ങനെയാടി. കണ്ട കണ്ട ഇപ്പം എന്ത് നല്ല മോന്തിയെന്നറിയോ. ഓക്കെ, കുട്ടികളുടെ മുടി വെട്ടിക്കഴിഞ്ഞു. ഇനി നമ്മൾ ഫോട്ടോ ടൈം ആണ് കേട്ടാ. ഇന്ന് ഡാഡിയും വരുന്നുണ്ട് ഫോട്ടോയില്. 3, 2, 1 go. Good morning, you guys. Back to our kitchen time with the babies and eggs. Ta, very hungry അല്ലേ നീ? എനിക്കറിയാം നീ വെരി ഹംഗ്രി. തുപ്പും എനിക്കറിയാം. നീ ആദ്യത്തെ തുപ്പിട്ട് നീ തുടങ്ങുക. There we go. I know that. I'm waiting for that actually. Nice man. ഞാൻ ഈ തുപ്പിയത് തന്നെയാണ് നിനക്ക് തരണം കേട്ടോ. എല്ലാ ദിവസവും നിൻ്റെ ഒരു തുപ്പൽ ഉരുള ഞാൻ കളയണം. ഇതെന്തിനാ ആദ്യത്തെ ട്രയൽ അടിക്കുന്ന കുട്ടി? ഏറപ്പെണ്ണ് വേറെ അറിയൂ ഹിറായ. ഏറ ഇന്ന് ഫുള്ള് തുപ്പലാണോ? ഏറപ്പെണ്ണ് നിന്റെ പിങ്ങിൻ്റെ ഐറയുടെ ബാക്കിൽ ഇരിക്കുന്നു. ഏയ് ഇതാണ് ട്രയലിക്ക്. കണ്ട ആ കുട്ടി ആർക്കെങ്കിലും കൊടുക്കും. ഇത് അതിൻ്റെ കൂടി പോയിട്ട് മേടിക്കും. സന്തോഷമായി ഇപ്പം എനിക്ക്. രണ്ടാളും മടിയിലിരുന്നോളെ. അച്ഛമ്മ മാത്രം തിന്നിട്ടില്ലോട്ടൊന്ന് ഒരു തരി കഴിച്ചിട്ടില്ല ഇറങ്ങ. ഇനി നീ കരഞ്ഞ കിട്ടൂട്ടോ. നീ കാരണം അവിടെ ചില്ലറാടിയല്ലേ വീട്ടിലുണ്ടാവണം. ആരായിരിക്കും ഈ സാധനം? നൈസ് ഉടുപ്പാണല്ലോ. കൊണ്ടത് പുതിയതാണ്. ഇതിന് മുന്നിട്ടിട്ടുണ്ടോ? നിന്റെ ചുണ്ടുകൾ തിളങ്ങുന്നു. ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ടോ? ഫുൾ ഓഫ് നിന്റെ ചുണ്ട് ഇപ്പം മിക്കവാറും ചുവന്ന നിറം വരാൻ സാധ്യതയുണ്ട് ലിപ്സ്റ്റിക് ഇടാണ്ട്. ആ കുട്ടികള് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതിരിക്കുന്ന സമയത്ത് ഇരിക്കുന്നത് അവളിവിടെ. ജസ്റ്റ് ഞാൻ 2 വായ കൊടുത്തപ്പോൾ നീ ഇവിടെ നിന്ന് കവർ എടുത്ത് ഏത് കുട്ടികൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്ന സമയത്ത് നീ മേളില. ഈ വീഡിയോയിലുണ്ട് നീ ഫ്രിഡ്ജിന്റെ അടുത്ത് വന്ന് നിൽക്കുന്നത്. രണ്ടുപേരും മുകളിലായിരുന്നു. ഞാനിവിടെ 3 പേരും മുകളില്. മുട്ട താഴെ ഞാൻ അങ്ങനെ ഇരുന്ന് കുട്ടികൾക്ക് കൊടുക്കുക എയറിൽ കൂടെ. ഞാൻ മറ്റേ വാൽമീകിയാണല്ലോ. കുട്ടികൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്ന സമയത്ത് നീ ഫ്രിഡ്ജിന്റെ അവിടെ വന്ന് നിൽക്കണം. നിന്റെ കാലിന്റെ വീഡിയോ ഉണ്ട്. ബിഫോർ അല്ല നമ്മൾ അതൊന്നുമല്ല ഞാൻ പറഞ്ഞത്. കുട്ടികൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണ ഓൾമോസ്റ്റ് സിമിലർ ടൈമിൽ നീ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ തുടങ്ങി എന്നല്ലേ ഡാഡ പറഞ്ഞേ. ഗോൾഡയ്ക്ക് ഇന്ന് ലഞ്ചിന് പോർക്ക് വേണ്ട, മുട്ട മതി എന്ന് പറഞ്ഞു ഗൈസ്. ഞാൻ മുട്ട ഉണ്ടാക്കി കൊടുക്കണം ഗോൾഡയ്ക്ക്. തിരക്ക് പോലെ അഭിനയിക്കണം ഗോൾഡെ. You all need to eat protein, no matter. I can cook and bring it to your hospital, honey. 4 കോഴിമുട്ട കേട്ടാ. മിനിമം 20 grams ഓഫ് പ്രോട്ടീൻ ആണ് ഇതിൽ കേട്ടോ ഗോൾഡെ. നീ പ്രോട്ടീൻ കഴിക്കുക, നന്നായി വരിക. നിന്റെ ആരോഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയസ്സാം കാലത്ത് ഞാൻ ചാവാൻ കിടക്കുമ്പോൾ എന്നെ നോക്കാൻ നീ ഉണ്ടാവില്ലേ? അതിനല്ല, നിന്നെയൊക്കെ നീ നോക്കാണ്ടിരിക്കാനത്. നീയൊക്കെ നിന്റെ കാര്യം നോക്കി പോണം. മനസ്സിലായ? പൊക്കോ. എന്നെ നീ ഒരു സ്ഥലത്ത് കൊണ്ടുപോകണ്ട. ഞാൻ സ്വയമായിട്ട് റെസ്റ്റ് ചെയ്ത് പോവാം. ടെമ്പോ സൈഡിൽ പോയി അടങ്ങി ഒതുങ്ങി ഇരിക്കുന്നുണ്ടല്ലോ യശുമുട്ടാ. അമ്പുമില്ലൊക്കെ വിട്ട് കളിക്കുന്നുണ്ട്. പണ്ട് ഒരു കവണ ഉണ്ടാകുന്നത്. കവണ. വാർ എ ഡേ ഔട്ട്സൈഡ് ബിറ്റ് ക്ലൗഡി. ദ ബ്യൂട്ടിഫുൾ ഡേ ആക്ച്വലി. ഇതൊക്കെ
ഒന്ന് ഫ്രഷ് ആവട്ടെ മോന്ത കുളിച്ചിട്ടില്ല ആ ഞാൻ ആക്കി എൻ്റെ മുഖത്ത് ഇതാ ആ ഓ ഇത് കുളിപ്പിച്ചല്ല നീയേ പോ ഡോർ തുറന്നു കീടത്തില്ല ഗുഡ് മോർണിംഗ് ബാംഗ്ലൂർ എന്ന് വെറൈറ്റി ഗുഡ് മോർണിംഗ് കൊച്ചി നമുക്ക് എല്ലാ ദിവസവും ഓരോ നമ്മുടെ സിറ്റികൾ പറയാം അല്ലേ കൊച്ചി ആലപ്പുഴ തിരുവനന്തപുരം വയനാട് അപ്പുറം ആ സാധനമൊക്കെ കളിച്ചിട്ടുള്ള കളികൾ കേട്ടോ അവനെ കുടുംബം തറവാടും തൃശ്ശൂർ ഇന്ത്യയൊക്കെ കഴിഞ്ഞിട്ടുള്ള പ്രിങ്ങുവിന് ബാക്കി ന്യൂസിലാൻഡ് വരെ അന്തമാരി ഹാൾ ரொம்ப பிரச்சனை காரியண்டி So morning Konadi with Golda, Naveen, Pringu, Ailvid, Eira and Esmay. Pringu Ailvid നീയേ Golda നീ ഒന്ന് കൊണ അടിച്ചേ കേക്കട്ടെ നിന്നെ കൊണ്ട് പറ്റും Golda നിന്നെ കൊണ്ട് പറ്റും എനിക്ക് മോനെ മാത്രമേ പറ്റുള്ളൂ കൊണ അടിക്കാൻ അല്ലേ അതെന്തത് പിങ്ങുവിനും പറ്റും മനുഷ്യന്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ തന്നെ That is കൊണയടി you know people have mood swings and stuff you know we have ups and downs അതുകൊണ്ടാണ് നമ്മൾ അത് അങ്ങനെ എല്ലാ ആൾക്കാർക്കും വയസ്സ് പിന്നെ മാത്രല്ല നമുക്കൊക്കെ വയസ്സായി തുടങ്ങി എനിക്ക് വയസ്സായി എനിക്ക് 42 വയസ്സായി പഴയ പോലെ ഒന്നുമില്ല പെട്ടെന്ന് ദേഷ്യം വരും പക്ഷെ ദേഷ്യം പെട്ടെന്ന് മാറും ഇനി കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഇനി സ്ലോ ആവും എൻ്റെ അപ്പനൊക്കെ നല്ല പയറ് പോലെ നിന്നിരുന്ന കാലം ഇപ്പം നോക്കിയേ ഇപ്പൊ എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ പലപ്പോഴും ആലോചിക്കേണ്ടത് എൻ്റെ അപ്പം തന്നെയാണോ ഇങ്ങനെയായി പോകും ഒരാൾ ഒരു ദേഷ്യപ്പെടലും ഇല്ല എനിക്ക് പാവം തോന്നും ചില നേരത്ത് ആര് ഞാനാ ഞാനും അതുപോലെ നമുക്കൊക്കെ ഒരു പതനുണ്ട് ബ്രെയിൻ ഇനി വിടാം നാസയിലോട്ട് നമ്മളിന്ന് ഗോൾഡനെ വിടുന്നതായിരിക്കും ബാക്കിൽ തുടങ്ങിട്ടാ വെറുതെ ഞങ്ങൾക്ക് ദേഷ്യം വരണേ പോട്ടെ മോളെ ഒരു പാവ അവള് നീ മുട്ട എടുത്താ എടി ഞാൻ വേഗം കൊണ്ടുവിട്ടെ കാര്യം നിന്റെ നല്ല ലൈറ്റിംഗ് നിന്റെ മുഖത്തേക്ക് ഒരു ഞാൻ ഒരു ഫോട്ടോ എടുക്കട്ടെ നിന്നേ അമ്മയുടെ ഫോട്ടോ എടുത്തിട്ടുണ്ട് നല്ല ലൈറ്റിംഗ് രാവിലെ വിന്റർ ലൈറ്റിംഗ് ഇസ് സോ ബ്യൂട്ടിഫുൾ ആൻഡ് ഗോൾഡ യു ആർ സോ ബ്യൂട്ടിഫുൾ ടു ഗുഡ് ആഫ്റ്റർനൂൺ എവ്രിവൺ സ്ട്രെയിറ്റ് ടു ലഞ്ചാണ് കേട്ടോ ഇന്ന് രാവിലെ നല്ല തിരക്കായിരുന്നു അപ്പം ഇന്ന് എന്താ പറയുക സ്പെഷ്യൽ ലഞ്ചൊന്നുമില്ല കുറച്ച് ബേക്കൺ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്തു സോ കുറച്ച് ബേക്കൺ ടൊമാറ്റോസൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മുടെ ചച്ചൂക്ക പോലെ ഒരു എഗ്ഗ് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു ഈസി കുക്കിംഗ് ആണ് ഇതുപോലത്തെ ഒരുപാട് ഐറ്റം അത് പറഞ്ഞപ്പോൾ ഞാൻ ഇപ്പോൾ കടയിൽ പോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ കഴിഞ്ഞ ഇന്ത്യൻ മാംഗോ അല്ലേ അത് വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് വൈകുന്നേരത്ത് പൂളി തിന്നാം ഡെസേർട്ടൊന്നും ഉണ്ടാക്കണില്ല തിരക്കാം അത് കാരണം ആഫ്റ്റർ ലഞ്ച് മോഹെ എന്ന് പറഞ്ഞാൽ മൗറിയിൽ സ്ലീപ്പ് ചെയ്യാമെന്ന് അർത്ഥം കേട്ടോ മോഹെ സ്ലീപ്പ് സോ ബേക്കണിന് പകരം നമ്മുടെ വീട്ടിൽ ലെഫ്റ്റ് ഓവർ ചിക്കനോ അതല്ലെങ്കിൽ ബീഫോ ഒക്കെ ഉണ്ട് വെച്ചെങ്കിൽ ഇതേപോലെ മുട്ടയിൽ ചേർത്തിട്ട് കഴിക്കാം കേട്ടോ ഷോ യു ഹൗ ടു കുക്ക് ഈ സഷൂക്കയുടെ പാൻ നിങ്ങൾ പണ്ട് കണ്ടിട്ടുണ്ടായിരിക്കും ഇല്ലേ സം ഓയിൽ bacon so the bacon is ready little bit of garlic onions some butter ഇനി എൻ്റെ പൊടിച്ചു വെച്ചിട്ടുള്ള മസാല ടൊമാറ്റോസ് ഒന്ന് കുക്കാവട്ടെ കേട്ടോ സം സോൾട്ട് നോക്കിയപ്പോൾ ആ സോസ് കണ്ടോ നല്ല രസമായിട്ട് തോന്നില്ലേ ലുക്ക് ബൂത്തുപുളിയോ നൗ എഗ്സ് ചേർക്കുമ്പോൾ തീ കുറച്ചിട്ടുള്ളൂ കേട്ടോ അല്ലെങ്കിൽ അത് വെന്ത് വരുമ്പോഴേക്കും അത് അടി പിടിക്കും കാരണം ചീസൊക്കെ വേവാണ്ടേ ഞാനിന്ന് 3 മുട്ടയാണ് എടുക്കണേ കാരണം ഒരു 60 to 70 ഗ്രാം ബേക്കൺ ഉണ്ട് സോ ഇറ്റ്സ് ടു മച്ച് ഫോർ മീ ഗോ ഈസി വിത്ത് സോൾട്ട് വേറെ ഒന്നുമല്ല ബേക്കണിൽ നല്ല ഉപ്പുണ്ട് ലിറ്റിൽ മോർ സ്പൈസസ് ഓൺ ടോപ്പ് ആൻഡ് സം ചീസ് ഓൺ ടോപ്പ് ഇത് ശരിക്കും എന്നിട്ട് അവൻ്റെ ഉള്ളിട്ട് ഫിനിഷ് ചെയ്യണം ഞാൻ അതിവിടെ മൂടി വെച്ചിട്ടാണ് കേട്ടോ തീർക്കണത് and some spring onion, chives or whatever you want to add, you can add now. Cover and slow cook. And there we go. Ready. How long? Maybe like 8 to 10 minutes. A lunch, beautiful lunch ready. Okay, oven lu vecha nalla adivulayitte korchuni moollu gratination okke aayittu varu ട്ടാ ഇനിയിപ്പോൾ അങ്ങനെ വരണച്ചെങ്കിൽ ഇനി ഒരു ബ്ലോ ടോർച്ച് ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ ചെയ്ത് നോക്കാം അതിന് ആവശ്യമില്ല അത് കണ്ട ഇങ്ങനെ ഒരു കാരമലൈസേഷൻ യു ക്യാൻ പ്രൊവൈഡ് ഓൺ ദ ചീസ് സോ യു ഗെറ്റ് നൈസ് കളേഴ്സ് സം ഫാൻസി സ്റ്റാഫ് യുനോ പക്ഷെ നമ്മുടെ മുട്ട ഓവർ കുക്കാവും അതിൻ്റെ ആവശ്യമില്ല സോ ഒന്ന് കൂൾ ഡൗൺ ആവട്ടെ ഇല്ലെങ്കിൽ നാക്ക് ബൂത്തിഫുള്ളാവും വി ഗോ ക്യാൻ യു സീ യാസ് എന്നോട് ആരോ കമൻ്റ് അടിച്ച് ചോദിച്ചു
എന്താ ചേട്ടാ ഈ ക്യാമറ ഇങ്ങനെ കിടന്ന് ആടണേ ട്രൈപ്പോഡിൽ അല്ലേന്ന് ട്രൈപ്പോഡിൽ തന്നെയാണ് ഒരു കുഴപ്പമുണ്ട് എന്നിട്ടെന്നറിയോ ഈ തറ കണ്ടോ നിങ്ങൾ ഇത് വുഡാണ് ഈ തറയുടെ അടിയിൽ തെർമോക്കോൾ വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിലാണ് ഈ ന്യൂസിലാൻഡിൽ വീട് പണിതിട്ടുള്ളത് ഇത് കണ്ട ഈ തറയമ്മ നിന്നിട്ട് ഞാൻ ആടിയാൽ ഈ ക്യാമറ ആടും കണ്ട ആട്ടം നിർത്തിയിട്ട് നമുക്കിനി കഴിക്കാം ലുക്ക് കുറച്ച് ഓവർ കുക്കായി പോയി അവിടെ ഇരുന്നിട്ട് പാത്രം മുറുമായിരുന്നു ഞാൻ ഇത്ര കുക്കായി കഴിഞ്ഞാൽ രസമില്ലേ അത് കുറച്ചുകൂടി മെൽട്ടാവണം ഈ ഉണ്ണിയെ കുറച്ചുകൂടി ഒലിച്ചിറങ്ങണ പോലത്തെ ആയിരിക്കണം. ഈരായിട്ട് ഡെയിലി വ്ളോഗ്സ് തുടങ്ങിയതിന് ശേഷം ആളുകളുടെ കുക്കിങ്ങിൽ ഈസി ആയിട്ട് ആളുകൾ കുക്ക് ചെയ്യാൻ തുടങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റ് ഇന്നലെ ഒരു അമ്മൂമ്മയും ഒരു കൊച്ചുമോളും അപ്പം അമ്മൂമ്മ മുട്ട സ്ക്രാമ്പിൾഡ് എഗ്ഗ് കൊച്ചുമോൾക്ക് അമ്മൂമ്മ കൊടുക്കുക അപ്പോൾ അവരുടെ മകൻ പറയാണ് അമ്മ അതായത് അമ്മൂമ്മ കൊച്ചിന് ഇപ്പോൾ സ്ക്രാമ്പിൾഡ് എഗ്ഗ് മുട്ട കൊടുത്തില്ലെങ്കിൽ ചീത്ത പറയുന്നു. കേരളത്തിൽ മുട്ട എല്ലാവരുടെ അടുത്തേക്ക് എത്തിക്കാൻ എനിക്ക് സാധിച്ചു, അല്ലെങ്കിൽ അങ്ങനെ എത്തിക്കുന്ന ആളുകളിൽ ഒരാളാവാൻ എനിക്ക് പറ്റിയെന്നുള്ളതിൽ നല്ല ചാരിതാർത്ഥ്യമുണ്ട്. അടിപൊളി. മലയാളി സിംസൺ നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ ചേട്ടൻ യൂട്യൂബിലില്ലല്ലോ? യൂട്യൂബിൽ ഇത് തന്നെ പേരുണ്ട്, പക്ഷെ ഞാൻ യൂട്യൂബിൽ അങ്ങനെ ഇടാറില്ല, ഇൻസ്റ്റയിലാണ് കൂടുതൽ ഇടാറ്. ആ പുള്ളി നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെ വന്നിട്ടാ ഇടയ്ക്ക് ഇതിന് മുന്നേ നമ്മൾ ഒരു തവണ കണ്ടു അല്ലേ? 1-2 തവണ കണ്ടിട്ടുണ്ട്, തിയേറ്ററിൽ കണ്ടിട്ടുണ്ട്, പിന്നെ അവിടെ ഇവിടെയൊക്കെ കണ്ടിട്ടുണ്ട്. പുള്ളി ഇവിടെ ഒരു വർക്കിന് വേണ്ടി വന്നപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് വന്നതാ. അപ്പൊ ഞാൻ നമ്മുടെ ഇന്നലത്തെ ബീഫ് നമ്മുടെ BDF കൂടി ഇരിക്കണ്ടായിരുന്നു. ലഞ്ച് സമയമാണ്, പുള്ളി ലഞ്ച് കഴിച്ചിട്ടാണ് വന്നതെന്നാ പറഞ്ഞേ. അപ്പൊ ഞാൻ ആദ്യം കുറച്ച് നമ്മുടെ BDF പിന്നെ കള്ള് റിവ്യൂ ചെയ്യുന്ന ആളല്ലേ, നമ്മുടെ കള്ള് തന്നെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ ആക്ച്വലി സാമ്പിൾ ബോട്ടിൽ കൊണ്ടുവന്നതിന്റെ സാമ്പിളാണ്, നമ്മുടെ ഒറിജിനൽ ബോട്ടിൽ നമ്മൾ പൊട്ടിച്ചിട്ടില്ല. സോ ഈ സാമ്പിൾ പുള്ളി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. വെരി ലക്കി ഫോർ ആക്ച്വലി, കാരണം യു വിൽ ബി ദ ഫസ്റ്റ് പേഴ്സൺ ടു ആക്ച്വലി ഡ്രിങ്ക് ദിസ് ആൽക്കഹോൾ. ഓണസ്റ്റ്, ഞാൻ പോലും ആ ബോട്ടിൽ നിന്ന് പൊട്ടിച്ചിട്ട് അടിച്ചിട്ടില്ല. പിന്നെ ഞാൻ ബൂംബാങ്ങിന് ഇങ്ങനെ ചേസ് കൊടുക്കാം. ഓക്കെ, അപ്പൊ അടിപൊളി. അപ്പോൾ മണമൊക്കെ ഞാനിവിടെ വന്ന് ഉടന സമയത്ത് മണത്തപ്പോൾ തന്നെ എനിക്ക് എന്താ പറയുക, ഞാൻ പറയായിരുന്നു നമ്മുടെ നെല്ലിക്ക ആസവത്തിൻ്റെ ഒക്കെ ഒരു മണം വരുന്നത്, പക്ഷെ നല്ല രസമുണ്ട് മണം. ഞാൻ ആ പറഞ്ഞ നമ്മുടെ ഓൾഡ് മങ്കിൻ്റെ അതിൻ്റെ റമ്മൻ്റെ അതിൻ്റെ ഒന്നും മണം അല്ലത്, ഇത് അടിപൊളി. ഇത് നിങ്ങൾ മണക്കുമ്പോൾ അറിയാം ഞാൻ ഈ പറഞ്ഞത് സത്യമാണോ അല്ലേന്ന്. ഭയങ്കര രസമുണ്ട്. ഇത് ആക്ച്വലി ഇത് നമ്മുടെ കയ്യിലിരിക്കുന്ന ബോട്ടിൽ 43 ഇത് 40. ഓക്കെ. അപ്പൊ ഇത് ഏജ്ഡ് ആയതിനനുസരിച്ച് അല്ലല്ല, ഇത് ഞാൻ ആക്ച്വലി നമുക്ക് ആദ്യം റിക്വസ്റ്റ് ചെയ്തപ്പോൾ അവർ 43 അയച്ചു തന്നു, അവർ 67 അയച്ചു തന്നു, 43 അയച്ചു തന്നു. പക്ഷെ നമ്മൾ പ്രിഫേർഡ് പറഞ്ഞത് 40. അതിന് നമ്മുടെ ടച്ചിങ് സോൺ നല്ലതാണ്. അതായത് മൗത്ത് ഫുള്ള് ഫീൽ ചെയ്യുന്നു. മൗത്ത് ഫുള്ള് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളൊക്കെ എന്താ പറയുക, നാട്ടിൽ വെറും ഈ ഓപ്പിയറും ഓൾഡ് മങ്കും മാത്രം കഴിച്ചിട്ടുള്ള റമ്മല്ല അത്. ഇത് നല്ല ടേസ്റ്റ്. അത് എൻ്റെ അഭിപ്രായത്തിൽ ഇത് നീറ്റടിക്കണം, ഇങ്ങനെ മെല്ലെ 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 നീറ്റടിക്കണം. എനിക്കിത് ഭയങ്കര രസമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്തായാലും നിങ്ങൾ കഴിക്കുമ്പോൾ അറിയാം, ഞാൻ പ്രതീക്ഷിച്ചതിൻ്റെ മുകളിലുണ്ട് കേട്ടോ ഈ സാധനം. ഒരു സെക്കൻഡ് സിപ്പ് ഇങ്ങനെ എടുത്ത് നോക്കി, ഒരു മൗത്ത് ഫുള്ള് സെക്കൻഡ് വൺ. ഇത് ഇങ്ങനെ നീറ്റ് കഴിക്കാം. ഈ റേഞ്ചിൽ നീറ്റ് അടിക്കാനാണ് നമ്മൾ അങ്ങനെ പ്ലാൻ ചെയ്തത്. പക്ഷെ ദിസ് വിൽ ബി നൈസ് വിത്ത് നമ്മുടെ സർബത്തിലെ സർബത്ത്, ലെമണേഡ് സർബത്തിലും, അതായത് കോക്ടെയിൽ പ്രിഫറബിളി ആഗ്രഹമുള്ളവർക്ക് ആ റേഞ്ചിലും. ഞാനിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഇത് കാരമലോ അങ്ങനെ ഒന്നും അല്ലത്, അതുകൊണ്ട് ആഡഡ് ഷുഗർ ഇതിലില്ല. ആഡഡ് ഷുഗർ ഇതിലില്ല, ആഡഡ് ഷുഗറും ഇല്ല, ആഡഡ് ഫ്ലേവേഴ്സും ഒന്നുമില്ല. ബ്ലെൻഡഡ് റമ്മാണിത്. രസമുണ്ട് കേട്ടോ. ആളവിടെ നിന്ന് ചെറുതായിട്ട് എന്റെ കഴിക്കൽ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു. അല്ല എനിക്ക് മൗത്ത് ഫുൾനെസ് ഇല്ലേ? അല്ലേ, എനിക്ക് ആക്ച്വലി ഇത് കുറെ ആൾക്കാർ കുടിച്ചിട്ട് ഇതിന്റെ ഒരു അഭിപ്രായം. അപ്പൊ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കുടിച്ചു നോക്കുക, ഇത് നല്ല അതാണ് ഞാൻ ചെയ്തോണ്ടിരിക്കുന്നത്. അത് മറ്റേ എന്താ പറയാ, കുട്ടി ഉണ്ടായി കഴിഞ്ഞിട്ട് കുട്ടീനെ നമ്മളിങ്ങനെ നോക്കിയിട്ട് കുട്ടി നല്ല കുട്ടി നല്ല നോക്കുകയാണ്. ഇത് ഞാൻ ഇപ്പോൾ എന്താ പറയുക, നിങ്ങളിതൊക്കെ കഴിച്ച് ടേസ്റ്റൊക്കെ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് അറിയാം എന്തായാലും നല്ലൊരു രീതിയിലുള്ളത് ഇറക്കുള്ളൂ എന്ന്. പക്ഷെ ഇത് ഞാൻ ഒരു സ്റ്റാൻഡേർഡ് വെച്ചതിൻ്റെയൊക്കെ മുകളിലേക്ക് പോയി. അതുകൊണ്ട് നല്ല എനിക്കെന്നാ ഇഷ്ടപ്പെട്ടു സാധനം. അപ്പോൾ ഇതാണ് ഈ എന്താണ് പറയുക, ഈ സാധനത്തിൽ ബീഫ് ഡ്രൈ ഫ്രൈ. ഓക്കെ, ഇതിപ്പോ ഞാനിവിടെ വന്നത് കുറച്ച് നേരമായിട്ട് വന്ന് ഇത് ചോദിച്ചു. ഞാൻ പറഞ്ഞു കഴിച്ചിട്ടുണ്ട്, പക്ഷെ ഇതല്ലല്ലോ കഴിച്ചിട്ടുള്ളത്.
ഇപ്പൊ എത്ര നമ്മൾ വീഡിയോയിൽ കണ്ട പോലെ തന്നെ കേട്ടാ പടപെട്ടാന്ന് സാധനങ്ങൾ ഉണ്ടായി വരുന്നത്. ഇതിന്റെ വീഡിയോ ഞാൻ ഇന്നലെ ചെയ്തിട്ടുണ്ട്. അതെ, അതിന്റെ സോഫ്റ്റ്നെസ് എങ്ങനെയുണ്ട്? ഭയങ്കര സോഫ്റ്റ്, നല്ല നൈസ് അല്ലേ? എനിക്കും ഇങ്ങനെ ബീഫ് ഓവറായിട്ട് വെന്ത് റബ്ബർ പോലെ ആണെന്ന് ഇഷ്ടം. ഇത് എന്ത് ടേസ്റ്റ് അറിയാം. ഞാൻ ഇങ്ങനെയാണെന്നൊക്കെ ഞാൻ ഭക്ഷണം കഴിച്ചില്ലെന്ന് പറഞ്ഞേനെ. ഞാൻ ഏറ്റവും നിങ്ങൾ ജോലിയുടെ ഇടയിലാണ് പറഞ്ഞതെന്ന് പറഞ്ഞപ്പോൾ കഴിച്ചിട്ടുണ്ടാവില്ല വിചാരിച്ചു. ഞാൻ കഴിച്ചു. ഓ ഇത് പറഞ്ഞ നല്ല സ്മൂത്ത് അല്ലേ? നമ്മൾ ചിക്കനൊക്കെ കഴിക്കുന്ന പോലെ അല്ലേ? എങ്ങനെ ബീഫ് ഇങ്ങനെ ഫ്ലഫി ആവണല്ലേ? ബൈക്കാർബണേറ്റ് അടിക്കണോണ്ട് അൽക്കലൈനാവില്ല. കുറച്ചും കൂടെ കുറച്ച് നേരം കൊണ്ട് അധികം നേരം മാരിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ചിന്നു, ഐ മീൻ മുഷായി പോവും. അപ്പൊ എന്തായാലും എനിക്ക് റം ഇഷ്ടപ്പെട്ടു. തൊണ്ടഭാഗ്യം രണ്ടിലുണ്ട്, ഇതിലുണ്ട്. അത് റമ്മ ആദ്യമായിട്ട് നിങ്ങൾ അത്യോ നിങ്ങൾ ആദ്യമായിട്ട് അടിക്കുന്ന. അടിപൊളി, താങ്ക് യു. ഗുഡ്. അമ്മയുടെ ട്രെയിൻ വന്നോട്ടെ ഗൈസ്. ആരുടെ അമ്മയുടെ എൻ്റെ ഭാര്യ ഉള്ളത് എന്നല്ലേ ഞങ്ങളിപ്പോൾ എൻ്റെ അമ്മനെ കിട്ടിക്കുന്നുണ്ട്. Stupid fellas, man. Show them the sun. Beautiful sunset. And you got some rain. That's the beauty of New Zealand. You get rain same time you have Kurkan's Kalyanam. They are the where I'm a bias in the life and the Dubalio client like just your blah blah play just pile lamb and some black Blam blam bliss blackum blongum bliss blackum bin the bliss blam blues boom blind bloom sam bloom by just plain by crazy. തന്തയ്ക്ക് മോൾക്കും ഭ്രാന്താണ്. ദേ ഗോൾഡ് വരുന്നു കേട്ടാ. എന്താ ചാടാ? കൂടെ ആരോ വരുന്നുണ്ട്. എല്ലാ ദിവസവും ഞാൻ അത് കാരണം ഇങ്ങനെ ക്യാമറ വെച്ചിട്ട് ചെക്ക് ചെയ്യാ ആണാണോ പെണ്ണാണോന്ന്. ഇല്ല ചെക്കിലേ ചില എനിക്ക് സംശയമൊന്നും ചേട്ടാ. You don't you ever better do while you can. Just stand with the matter, be a matter man. Just wanna stare and laugh, just wanna be bad, just be there. No one wants to be the. എന്താ Era. I was just checking on you whether you coming with a boys or a girl. ഇങ്ങനെ ഇപ്പൊ സീറ്റാലിരിക്കുകയാണെങ്കിൽ നീയും എന്റെ പോലെ ഗോഷ്ടി കാണിക്കാൻ തുടങ്ങിയില്ലേ? ഇല്ല മോന്റെ അത്ര ഇല്ല. ട്രാൻസ്ഫോമിങ് ഇൻ ടു ഇന്ത്യൻസ് തൃശ്ശൂർ. നമ്മൾക്ക് ഇന്ത്യയുടെ ഭാരതക്കൊടി പൊന്തി ഇവിടെ. ഇന്ത്യക്ക് വേണ്ടിയിട്ട് മോദിക്ക് പോലും ഇത്രയ്ക്ക് ആത്മാർത്ഥത ഉണ്ടെന്ന് തോന്നുന്നില്ല. അത്ര വലിയ ഇന്ത്യൻ ഭക്തനാ. നീ എന്നിട്ട് രാവിലെ എന്റെ വഴക്ക് മാറിയോ? ഞാൻ ഒരു പാവമായതുകൊണ്ട് വഴക്കൊക്കെ മാറി. അപ്പം പാവമില്ലാത്ത ആൾക്കാരുടെ വീട്ടിൽ വഴക്ക് മാറുന്നില്ലേ? നീ പാവമായതുകൊണ്ട് ഒരു വഴക്ക് മാറില്ല. അങ്ങനെ ലോക ചരിത്രത്തിൽ സംഗതി ഉണ്ടായിട്ടില്ല. ഇപ്പൊ ട്രംപ് വിചാരിച്ചുകൊണ്ട് മാത്രം ഇറാൻ യുദ്ധം തീരില്ല. ഇറാനിലുള്ളവരും വിചാരിക്കണം. ഞാൻ വേണമെങ്കിൽ അത് ക്ഷമിക്കാതെ എനിക്ക് മുന്നോട്ടേക്ക് പോകായിരുന്നു. അങ്ങനെ മുന്നോട്ടേക്ക് അധികം കാലം പോയാൽ നിനക്ക് ഇന്നലെ അതിൽ കഞ്ഞി കുടിക്കാൻ പറ്റില്ല. എന്നാണ് എനിക്ക് കഞ്ഞി ഉണ്ടാക്കാൻ അറിയില്ലേ? നീ കഞ്ഞിയോണ്ട് മാത്രം എങ്ങനെ ജീവിക്കണ? പ്രോട്ടീൻ വേണ്ടേ? അപ്പോ വേണ്ട, കഞ്ഞിയും പയറും. പയറില് പ്രോട്ടീൻ ഉണ്ട്. ഇതാരത്? കടയിൽ വരുന്നോ നീന? കടയേ? നീ കടയിൽ വരുന്നോ? എന്നെ പറ്റി വെണ്ണ കടയായിരുന്നു കുട്ടി. എന്തിനാ കടഞ്ഞ? എന്ത് പറഞ്ഞാലും വെച്ചപ്പോ കൂടെ പറയട്ടെ. ഇപ്പൊ ഞാൻ വണ്ടി നിർത്തപ്പോ നമ്മള് വണ്ടി നിർക്കുന്ന സമയത്ത് നമ്മള് എന്ന് പറയില്ലേ? അപ്പൊ ഞാൻ ഒന്ന് പറഞ്ഞപ്പോ ഒരാള് അംബേദ്കർ നിർത്തി നോട്ടെ. അംബേദ്കർ നിർത്ത്. അപ്പൊ ഒരു വിരൽ ചൂണ്ടി കാണിക്കുന്ന അറിയാലോ? അതൊക്കെ എസ്മയെ കാണിക്കണേ. തൃശ്ശൂർ ആരാണോ? ശക്തൻ തമ്പുരാനാണോ അംബേദ്കർ ആണോ? എപ്പോഴും കൺഫ്യൂഷനിലായി. നിക്കണം. നിർത്ത് എസ്മനെ. പെരുമന മഴ പെയ്യുന്നു. പപ്പുവാ ഇന്നലെ നിനക്ക് രാത്രിക്ക് ഡാഡയുടെ തെറി കിട്ടും, ഓർമ്മയുണ്ടോ? നിനക്ക് ആടെയുണ്ട്. Nice and warm inside. I put the heater on. സ്കൂളിൽ വിട്ട് വന്നു കഴിഞ്ഞാൽ എല്ലാവരും ടി വി കാണായിരിക്കും. നമ്മുടെ തന്നെ സ്വന്തം ചാനലിൽ സ്വന്തമായിട്ട് അവരുടെ അഭിനയം എന്താണെന്ന് നോക്കി മനസ്സിലാക്കി ആനന്ദിക്കുന്ന രണ്ട് കുഞ്ഞുങ്ങളാട്ടാ. 3 ആള്. പ്രിങ്ങുനിയും ഗോൾഡനെയും കാണാം, ഒരേ കളർ മാച്ചിങ്.
Favorite POV, look at this girl. You always talking in the പണ്ടാരക്കാരി പോണ്ട്. മോനെ ഉണ്ടല്ലോ എന്നെ നീ എന്ത് ചെയ്യും? ഒരു ഗോൾഡൻ നിനക്കൊന്നും എന്നെ എന്തെങ്കിലും ചെയ്താണ്ടല്ലോ നീ ഒരു ദിവസം പോലും ഞാനില്ലാണ്ട് സർവൈവ് ചെയ്യില്ല. അപ്പം മരിച്ചു വീഴുന്നേ. ആ ദേ ജിലുക്കിച്ച അതലപ്പ് തലച്ചവളാക്കി ചുമരക്കണ്ണുളാപ്പ് മൈലം വന്ന് വെള്ളക്കൊടി ഗുണ്ടമ്മാണി പീടാ 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 കൂടാ മൈളം എന്റെ വാക്കുശുദ്ധി വെച്ചിട്ട് ഓ ഗായ്സ് ഇന്നലത്തെ സെയിം ഫുഡ് തന്നെയാണ് കേട്ടോ ഇന്നുള്ളത്. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് പോർക്ക് ഇട്ടിട്ടുണ്ട്. ഇന്നലത്തെ സെയിം പാസ്ത തരിമണി ബാക്കി ഉണ്ടായിരുന്നു. ഒരു ചിക്കൻ ഫില്ലറ്റ് പിന്നെ സം പോർക്ക്. ദാ ഫസ്റ്റ് ബാച്ച് ഗോണസ്പിരിറ്റ. ഗോലയുടെ മമ്മി അവിടെ ലൈവ് വീഡിയോയിലുണ്ട്. ഹലോ മമ്മിയെ തെറിപ്പാട്ടല്ല അണ്ടയ്ക്ക് മുണ്ടൊക്കെ ഡാമടി ഡിസ്കനക്കണ കൊക്കനക്കണ കല്ലേ മുള്ളേ സേ പെട്ടെന്ന് അങ്ങോട്ട് പോ. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഒരു ഇത് കഴിയുമ്പോൾ ഞങ്ങൾക്ക് മാംഗോ വേണം. ആ കുട്ടികൾക്ക് വേറെ എന്തെങ്കിലും ഓർഡർ ഉണ്ടോ? ഇല്ല. കുട്ടികളുടെ പേര് പറഞ്ഞിട്ട് 4 മാംഗോ നീ കുത്തി കയറ്റല്ല. മാങ്ങയുടെ ഇത് മാങ്ങരണ്ടി. നീ പണ്ടിന്നൊന്നും പറയില്ല. ഓ എച്ചമ്മ എന്താ ഇങ്ങനെ ഇരിക്കണേ? ഗിരീഷ് പുത്തഞ്ചേരിക്ക് പഠിക്കണ എന്താ എഴുതുന്നുണ്ടല്ലോ? ജഗന്നാഥൻ ജഗൻ എല്ലാം അറിയുന്നത്. ജഗൻ ഇടയില് മറ്റേ സ്വന്തം സീരിയല് കണ്ടിട്ടാ. അത് ഓഫ് ചെയ്തോ എടേ അവള് കഴിച്ചോളൂ നീ അവളെ തോണ്ടണ്ട. ഇടയ്ക്ക് അതിനെ പിടിച്ചിട്ട് അത് കളിക്കണതാണ് പാവം എന്റെ ഇറമ്മ. ജോബേ അവക്കാടോ മൂത്തൊന്ന് ചെല്ല്. ആണാ നാട്ടില് വലിയ അവക്കാട ഉണ്ട്. ആ ഒരു തവണ അവക്കാട ഉള്ളപ്പോ അങ്ങോട്ടേക്ക് വരണം മമ്മിയെ. സോറി പൊന്നു. Irma, how is the pasta? Can I get some feedback please? You like your food? ഇന്ന് രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല, അതപ്പോ കഴിക്കണേ. ഇവിടെ ഏറെ കറക്റ്റ് ഏറെ കഴിച്ചിട്ടുണ്ടോ കഴിച്ചിട്ടില്ല എന്ന് നമുക്ക് നോക്കി അറിയാൻ പറ്റും. അവള് കഴിച്ചിട്ടുണ്ടെങ്കിൽ അവള് പിന്നെ വേറെ ഫീഡ് എടുക്കില്ല, കുറച്ച് കഴിക്കുള്ളൂ. എച്ചമ്മനാണ് നമുക്ക് കുറച്ച് കൺഫ്യൂഷൻ വരിക. അല്ല അച്ഛമ്മ മാർത്താണ്ഡവർമ്മ സൈഡ് തിരിഞ്ഞിരിപ്പുണ്ട്. പാസ്ത നല്ല ഇഷ്ടമാണ്. പാസ്ത ചീസ് ക്രീമൊക്കെ ഇട്ട് ഞാൻ മണക്കാന്നടിക്കും. വെള്ളം കൊണ്ടിട്ടാടാ വരണ വഴിക്ക് വെള്ളം എടുക്കാൻ വരണ വഴിക്ക് കണ്ടാണ് ഈ തേള് കളി. നല്ല കളിയാ കളി. എനിക്ക് ഫേവറേറ്റ് POVകൾ ഇഷ്ടം പോലെയാണ്. വാട്ടർ ബോട്ടിൽ മേഡം എണീറ്റ് നിന്നപ്പോഴേക്കും ജനഗണമന പാടുണ്ട് ഇവിടെ. ഹാൻഡ്സിന്റെ പാൻസ് ഉണ്ട് കേട്ടോ. തീർന്നില്ലേ? തീർന്നു. ഇനി മാങ്ങ തൊക്ക് എന്റെ കുട്ടിക്ക് കൊടുക്കറേ അതിന്. ക്ഷമിക്കാൻ വയ്യേന്. മതി അതിന് കുറച്ച് വേണ്ടല്ലെങ്കിലും. സി നോക്കിയേ ഇത്രയാകുമ്പോഴേക്കും അവർക്ക് വയറ് നിറഞ്ഞോട്ടോ. ഫുൾ ഓഫ് പ്രോട്ടീൻ, ഫുൾ ഓഫ് മീറ്റ്, ഫുൾ ഓഫ് ഫാറ്റ്, എവറിഥിങ് ആൻഡ് സം പാസ്ത. താടേ ഓക്കെ. ഡാടെ പോയിട്ട് മാങ്ങ മുറിക്കട്ടെ അതോ ഡിന്നർ ഉണ്ടാക്കണം? എന്താ വേണ്ടേ? ഡിന്നർ നമ്മൾ തന്നെ കഴിക്കണേ. ഞാൻ കെസതി ഉണ്ടാക്കാം പോർക്ക് വെച്ചിട്ട്. ശരിയോണേ? ഓക്കെ. ദേ നമ്മുടെ നാട്ടിൽ നിന്ന് വീണ്ടും എനിക്ക് ഇവിടെ ഇന്ത്യൻ മാങ്ങ വന്നിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി പ്രിയൂര് മാങ്ങയുടെ മണം ഉണ്ട് കേട്ടോ. ഇതിന് സൂപ്പർ മാങ്ങയാണ്. ഇതിന്റെ വേറൊരു പ്രത്യേകത ഞാൻ ശ്രദ്ധിച്ചത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ അണ്ടിയാണ്. ഇതിന് അണ്ടി ഒട്ടുമില്ല. നാട്ടിൽ നിന്നൊന്നും വാങ്ങിയ കാരണം അറിയാൻ പാടില്ല. എന്താ കോളയുടെ ചിരി? ആ നിനക്കാ നാണക്കേട്. നാട്ടിൽ നിന്ന് വന്ന മാങ്ങയ്ക്ക് അണ്ടിയില്ല എന്ന് പറഞ്ഞാ നിനക്കല്ലേ നാണക്കേട്? അണ്ടിയാ മാങ്ങയാ? എനിക്കറിയാൻ പാടില്ല എൻ്റെ പൊന്നു കുഞ്ഞേ. ഇത് നോക്കിയാ ഞങ്ങൾ എത്ര ഇതിൽ പോരാ നാണക്കേട് വേറെ ഉണ്ടോ നോക്ക്. ഇതിന് കണ്ടിന്ന് ആരാ പറയാ ഉള്ളേ? ഇതൊക്കെയാ വെറുതെ എല്ലാ ആൾക്കാർ ഇന്ത്യക്കാരനും ചൈനക്കാരും കളിയാക്കണേ. സോ ദേ കിഡ്സിന്റെ മാംഗോ POV വായിച്ചേ. കോഴി മുട്ട ഇടാക്കണ പോലെയാണല്ലോ സൗണ്ട്. എന്താ സന്തോഷം. തൊടാൻ പറ്റുന്നില്ലേ? വിറക്കിയ കയ്യൊക്കെ നമ്മൾ കള്ളു കുടിക്കാത്ത നേരത്തെ വിറയ്ക്കണ പോലെ. ഈ പണ്ടരക്കാട് സാധാരണ ഇങ്ങനെ ചെയ്യാറില്ല. എന്ത് പറ്റി പിന്നെ? ആ അല്ലെങ്കിൽ ആ സ്ഥലത്തേക്ക് കുറച്ച് ഉറുമ്പിൻ്റെ അസുഖമുണ്ട്. കൽക്കണ്ടം, ഉറുമ്പ്, ശർക്കര. എന്തപ്പോ കുട്ടിയുടെ പ്രശ്നം? ഇരിക്കാനും പറ്റണില്ല, നിൽക്കാനും കൈ വിടാനും പറ്റണില്ല, ധൈര്യമില്ല. എച്ചമ്മ ആവശ്യ
ഏറാ കോൺസെൻട്രേറ്റ് അല്ല ഞാൻ ഡൗട്ട് ചോദിക്കട്ടെ, ഈ പ്രോട്ടീൻ പോയ വഴി കൂടി തന്നെയല്ലേ ഈ മാങ്ങ പോണ? വേറെ കുഴലുണ്ടാ? വേറെ കുഴലുണ്ടെന്ന് അവൾക്ക്. എന്താ ഇറക്കി എന്താ പറ്റിയേ? ശ്രദ്ധിക്കണില്ലല്ലോ അമ്പനെ. അതിവിടെ സന്തോഷായിട്ടാ. തെന്നി പോവാ. അമ്മമ്മ അത് കണ്ടെത്തി. പിങ്ങൂനുണ്ട് വേറൊരു ഫുള്ള് 4 മാങ്ങയുണ്ട് ഇവിടെ പിങ്ങൂന്. ഇത് പല്ലില്ലാത്ത കാര്യം നിലത്തുനിന്ന് തന്നെ അടിച്ചിട്ട് പരത്തിയിട്ട് കയറ്റണേട്ടാ കറക്റ്റായിട്ട്. മമ്മി ചിരിക്കുക. അവിടെ നല്ല അറിവുണ്ട്. ഓക്കെ ഏട്ടാ, നമ്മൾ ഡിന്നർ കഴിക്കട്ടെ കേട്ടാ. ഞങ്ങൾ എന്നെ നോക്കിയിട്ട് ആള് ഞാൻ പറയും നോ. നമ്മൾ കഴിക്കണ്ട. അപ്പിയാ ദേ കൊടക്കറയിനെ. അയ്യോ ഇതൊക്കെട്ടാ എസ്മയ്ക്ക് അവിടെ നിന്ന് എടുക്കാൻ പറ്റണില്ല. നിലത്തുനിന്ന് കൈ കൊണ്ട് എടുക്കാൻ കിട്ടില്ല. അപ്പൊ അത് വലിക്കുക ഊക്കി കയറും. അത് നക്കി എടുക്ക വെച്ചുമുട്ടാ നിർത്തിറക്കടി. അത് ഭയങ്കര ബുദ്ധിയൊക്കെ എങ്ങനെയോ കണ്ടുപിടിക്കണ്ടേ. ഇതൊക്കെ തലച്ചോറിലുണ്ട് കേട്ടാ. ഇതൊക്കെ ഡേ അവിടെ കൊടക്കട നീയേ. തൃശ്ശൂക്കാരി തന്നെ ഡേ എന്ന് വിളിക്കുന്ന കേൾക്കണില്ലേ? ഡേ അത് കൊടക്കട നീയേ. ഡേ വാട്ട് യു ഗോണ കുക്ക് tonight? quesadilla. ഓക്കെ, നമ്മൾ എന്തെടുത്ത് വെച്ചിട്ടുള്ള ഇവിടെ? ചിക്കൻ അല്ല, ദിസ് ഈസ് പോർക്ക്. പോർക്ക്. I thought it's pork. I mean chicken. ഞാനാണ് ഗൈസ് ഇത് കട്ട് ചെയ്ത് വെച്ചത്. അതാണ് ഇത് പിന്നെ ഇതെന്നിട്ടാ? Onion. വാട്ട് ഈസ് ദിസ്? Avocado. അത് പറയാറിയില്ല. ഓക്കെ, നമ്മുടെ ഇന്നത്തെ പൊറോട്ട. വേഗം സമയമില്ല. ഇത് ഫാസ്റ്റായിട്ട് കട്ട് ചെയ്തോ കേട്ടോ. ആദ്യം നീ ചീസ് ഇവിടെ ഇട്. ബിക്കോസ് വെൻ യു ഫോൾഡ് ഇറ്റ്സ് ഗോണ ഫോൾ. ഓക്കെ നൗ കം ഓൺ പുട്ട് ദ മീറ്റ്. ദാറ്റ്സ് ദ വൺ. ഇനി എന്താ ഇടണ്ടേ? അവക്കാഡോ ആനിയൻസ് ഇട്. Onions കുറച്ചിട്ടാൽ മതി. whenever you put onion you make sure you put like this. കാരണം അണിയൻ നമ്മൾ ഇതിൽ കുക്ക് ചെയ്യുമ്പോൾ ഒരുപാട് വേവില്ല. അപ്പോൾ കുറച്ച് മതി, വെരി ലെസ് മതി. ടു സ്ട്രോങ് ആവൂട്ടാ. ഗോ ഈസി. അതന്നെ എനിക്ക് ഇത്ര സ്ട്രോങ് വേണ്ട. ഞാൻ അത്ര സ്ട്രോങ് അല്ല അണിയൻ കഴിക്കാൻ. അതാണ്. Now you need to add avocados. Grab a spoon. ഇത് കുറച്ച് അത്ര പഴുത്തിട്ടില്ല. ഇത് പഴുത്ത പോലെ അഭിനയിച്ചിട്ടുള്ള അവക്കാഡോ ചെയ്ത്. അവിടെ കുറച്ച് മഞ്ഞല്ലേ നാട്ടിലെ എല്ലായിടത്തേക്കും പഴുത്ത്. കുറച്ച് ഉപ്പിട്. ബ്യൂട്ടിഫുള്ളിയോ. നൗ ലിറ്റിൽ ബിറ്റ് ഓഫ് സ്പൈസസ്. ഇത് നീ ഇടുമ്പോൾ വീഴും. ഇത് ഡാഡ നീ ഇടുകയാണെന്ന് വെച്ചാൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കുറച്ച് ഇവിടെ ഇട്ടിട്ട് നീ പെറുക്കിയിടണം. വെൻ യു കോൾ എ പിഞ്ച് യു ഹാവ് ടു ഗോ ലൈക്ക് ദാറ്റ്. ദാറ്റ്സ് എ ഹോൾ പിഞ്ച്. ദെൻ യു that's the one. Now put cheese on top. See? Hang on, അതിന് മുന്നേ ഡാഡ കുറച്ച് ടൊബാസ്കോ സോസ് ഒഴിക്കട്ടെ. എൻ്റെ ഡാഡയ്ക്ക് കുറച്ച് ഒരു മിനിറ്റ്. കൈയൊന്നും കഴുകണം. കഴുകാൻ ഷെഫ്മാർക്ക് സമയമില്ല. പ്രിങ്ങ യു ഗോട്ട് നോ ടൈം ഫോർ ദാറ്റ്. അത് ടൊബാസ്കോ തന്നെ. ആലപ്പിനോ ടൊബാസ്കോ എന്നുള്ളൂ. എടുത്തോ, ചീസ് എടുത്തോ. യെസ് മാം. മോർ ഒരുപാട് വേണ്ട. ഫോൾഡ് ചെയ്യാൻ പറ്റില്ല ചിലപ്പോൾ. ഒരു തരി കൊണ്ട്. സി നൗ നീ ഇവിടെ ചീസ് ഇട്ടിട്ട് ഫോൾഡ് ചെയ്യുമ്പോൾ എന്തുണ്ടാവുക? ഓക്കെ ഇട്ട് നോക്കുക. അപ്പോൾ അറിയാൻ പറ്റും. ഇനി ഫോൾഡ് ചെയ്തേ. അതന്നെ ഇത് കഴിഞ്ഞിട്ട് വേണം ഇടണമെന്ന് പറഞ്ഞു. മനസ്സിലായ? നൗ വാട്ട് യു ഡു? മടക്സ്. Then you just little bit press ചെയ്യുക. ഓക്കെ, ഇനി നീ ഇത് ഇങ്ങനെ എടുക്കാൻ നോക്കി കഴിഞ്ഞാൽ എന്തുണ്ടാവും? വീഴും. സോ നമുക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ച് ബട്ടറും കൂടെ പരത്താം. പതുക്കെ സ്ലൈഡ് ചെയ്യും. പതുക്കെ ഈ വീണ് പോകണ എല്ലാം ഓപ്പൺ ആവും. ഓക്കെ, ബ്യൂട്ടിഫുൾ. ഇനി എന്താ ചെയ്യേണ്ടത്? ഒരു ലേശം അതിൻ്റെ മുകളിലും ബട്ടർ പറ്റണം. അത് നമുക്ക് കുറച്ച് ചൂടായിട്ട് പറ്റാം. അപ്പോൾ വേഗം അതിൻ്റെ മുകളിൽ ഒട്ടിപ്പിടിക്കും. നൗ യു ലിറ്റിൽ ബിറ്റ് പ്രസ്. ദാറ്റ്സ് ഇറ്റ്. ഓപ്പൺ. പ്ലീസ്. നൗ സംടൈംസ് ഇതിൽ ചീസുള്ള കാരണം ഇത് സ്റ്റക്ക് ആയിട്ടുണ്ടാവും. സി, സോ യു ക്യാൻ യൂസ് എ വുഡൻ സ്പൂൺ ഓർ സംതിങ്. വെയിറ്റ് ചെയ്യേ. അടിയിൽ നിന്ന് ആദ്യം ഇളക്കണം. ഇളക്ക്. നോ, ദിസ് വേ ഇസ് റോങ് വേ. കാരണം ഇതിൻ്റെ സ്ട്രൈപ്സ് കണ്ട. സോ യു നീഡ് ടു കം ദിസ് സൈഡ്. ഇവിടുന്ന് അങ്ങോട്ട് തട്ടി കഴിഞ്ഞാൽ കിട്ടില്ല. ഓക്കെ, ഇത് ഒട്ടിയിട്ടില്ല. അപ്പോൾ അടുത്തേക്ക് വെച്ചോ. ഈ പതുക്കെ ഒറ്റ ഒരു മീഡിയം സ്പീഡിൽ ഇടണം കേട്ടോ. പും.
Thank you. Well done, Pinga. Now the next one going in. Wait. Hands like that. You need to hold one side. You cannot cut just like that. You need to hold. That's the thing you need to practice. Come on. Maximiniയുടെ അത് കണ്ടോ? Now this is a different way. Onion cut ചെയ്യുന്ന പോലെ ഇത് cut ചെയ്യാൻ പറ്റില്ല. You need to go a little bit harder. Okay? See? Can you hear that sound? Yeah. All the way to the bottom? Yeah. Now you put it back. How are you going to put it back? Keep it high. കൈ ഇങ്ങനെ. Poof. Yeah. Beautifully yo. അതെ എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായി ആരാടെ ഇന്നലെ 225 ഡിഗ്രിയിലെ പോർക്ക് വെച്ചെന്ന്. ഇവരല്ല. ഇത് തിരിച്ച് കളിക്കട്ടെ. ഇത് ഞാൻ ഓഫ് ചെയ്യട്ടെ. എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. അതിന് ലോക്ക് ഉണ്ട്. ലോക്കൊന്നും കാര്യമില്ല. ഇത് ഓഫ് ചെയ്യണല്ലേ. ലോക്ക് വരെ തുറക്കിപ്പിക്കും. അന്തമാരി ആളാണ് അത്. നീ ഇത് എടുത്തത് കണ്ടില്ല കേട്ടാ. പ്രിങ്ങുവിന്റെ സെക്കൻഡ് വൺ ട്ടാ. യാ കടിക്കട്ടെ. എൻ്റെ ഒരു വണ്ടി ഇവിടെ എടുത്തിട്ട് കാണിക്കാം. യാ നൈസാണോ? ചീസി പൊറോട്ടി. പൊറോട്ടി. യാ പോർക്കധികം കിട്ടിയിട്ടില്ല. അതെ പ്രിങ്ങുണ്ടാക്കിയതാ. താങ്ക് യു പ്രിങ്ങോ. അപ്രീസിയേഷൻ ഗിവൺ. പൊറോട്ടയുടെ കൂടെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. സത്യം കിട്ടും. നല്ല പോർക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കെസദി ഉണ്ടാക്കുമ്പോൾ ഒരുപാട് സോസൊന്നും ഇല്ലാണ്ട് നമ്മൾ ഈ ഹാം ആൻഡ് ചീസ് സാൻഡ്വിച്ച് ഇല്ലേ അതുപോലെ ഉണ്ടാക്കണം അല്ലേ? ജസ്റ്റ് ഓണിയൻ, ഇതിനകത്ത് ഉള്ളി പക്ഷെ നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. ഉള്ളിയും മീറ്റും ഉപ്പും മാത്രം ഇട്ടിട്ട് വേണം സാൻഡ്വിച്ച് ചെയ്യാനായിട്ട്. മറ്റുള്ളതിനൊക്കെ മറ്റേ ടേസ്റ്റ് ഉണ്ടെങ്കിലും ദാറ്റ് പ്ലെയിൻ ഇറ്റ് സെൽഫ് ബ്യൂട്ടിഫുൾ ആണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. സോ ഗുഡ്. പോർക്കിന്റെ ഫാറ്റൊക്കെ അങ്ങനെ അടിഞ്ഞോ. എങ്ങനെ ഇരിക്കുന്നു എന്നാ കൂട്ടൊരു ഫുഡ്? ഫീൽ ലൈക്ക് ടു ഹാവ് നൈസ് ലെമണേഡ് ഇതിൻ്റെ ഒപ്പം അല്ലേ? നാട്ടിലെ സർബത്ത്, സോഡ സർബത്ത്. എനി തോട്ട് ഫോർ ദ ഡേ? 6 ആയിട്ടുള്ളൂ. ഏർലി ഡിന്നർ കഴിക്കാം. തോട്ട് ഫോർ ദ ഡേ. ദാറ്റ് ഈസ് എ തോട്ട് ഫോർ ദ ഡേ. നാളെ ഞങ്ങളുടെ ആനിവേഴ്സറി ആണ്. ശരിക്കും നമ്മുടെ ആനിവേഴ്സറി ആണ്. നമ്മുടെ രജിസ്റ്ററിന്റെ ആനിവേഴ്സറി നാളെ. 19 നാളെ ആയിരുന്നു നമ്മൾ 3 പേരും കൂടി ഉള്ള ലാസ്റ്റ് ദിവസം കഴിഞ്ഞ കൊല്ലം. എന്തൊക്കെ ആൾക്കാരാ ആലോചിക്കണ്. നാളെ ആയിരുന്നു സമാധാനം കുറഞ്ഞത്. എനിക്ക് മാത്രമേ നാളെ കഴിഞ്ഞേ പോവുള്ളൂ. നാളെ ഉണ്ട്. നാക്ക് നീട്ടാൻ 2:30 മണി വിളിക്ക്. നിങ്ങൾ വായോ അച്ഛമ്മ. അപ്പൊ സൂപ്പർ വീഡിയോ വേണ്ട നമുക്ക് അടുത്തോടെ കാണാൻ. ഇതെന്താ ഇവിടെ ഫുഡാ? ശരിയാണല്ലോ. അപ്പൊ ഞങ്ങളിപ്പോ ബൈ പറയാട്ടാ. എന്നാൽ തരി ചീസ് തരാം. ഇറക്കം കൊടുക്ക്. അല്ല എസ്മയ്ക്കും കൊടുക്ക്. അച്ഛമ്മട്ടാ എസ്മേ ചുമ്മാ വേണ്ട. എന്റെ വയറൊക്കെ നിറഞ്ഞു. മാങ്ങ മുഴുവൻ തിന്നു ഞാൻ. ചീസോ. അപ്പോൾ ദാറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ ഡേ. അപ്പോൾ സൂത്തുക്കുടി നാട്ടുക്കിലെ വട്ടുക്കിലെ ചുട്ടുക്കിലെ തിണ്ടപിട്ടുണ്ടാവ് കള്ളേ ആനവളെ മണക്ക് മളെ തിണ്ടപിട്ടാൽ തിന്നക്ക് മിട്ടി ഇന്നവിടം പുട്ടാത്തിട്ടാലേ അടിക്കുമാക്കുമളിയേ അടിമുട്ടു മാളികയെ അടിത്തട്ടാനുള്ള കടി പുട്ടാൻ പോകൂല. അപ്പോൾ സൂപ്പർ വീഡിയോമായിട്ട് നമുക്ക് അടുത്തോണ്ട് കാണാൻ വരയ്ക്കും. ബൈ ഫോർ നോ. ബൈ. എന്റെ അമ്മ നിനക്കിതറിയായിരുന്നോ? പണ്ടോ